കരുതിക്കൂട്ടി നടത്തുന്ന ആക്രമണം തന്നെയാണ്. പാക് സൈന്യത്തിന് മാത്രമേ ഇത്രമേൽ വലിയ ഒരു ഷെൽ ആക്രമണം പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ശ്രീനഗറിലേക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് വ്യക്തമാണ് കാര്യങ്ങൾ. ഇത് കൃത്യമായ വയലേഷൻ ആണ്. അതായത് പാകിസ്ഥാനുമായി ഉണ്ടായ ധാരണ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഉണ്ടാക്കിയ ധാരണ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമുക്കറിയാം ഈ മേഖലകളിൽ, അതായത് ശ്രീനഗറിന് താഴെയായി കാണുന്ന ഭാഗങ്ങളിൽ അടക്കം വലിയ തോതിൽ ഉള്ള ആക്രമണം ആണ് ഉണ്ടായത് എങ്കിൽ ഇന്ന് അത് മാറുന്നു. ഇന്ന് ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, ഒരു പക്ഷേ പാക് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അല്ല ഈ സൈന്യം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സൈന്യവും സർക്കാരും തമ്മിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നു എന്നത് വസ്തുത തന്നെയാണ്. ആ വസ്തുതയെ ഒമർ അബ്ദുള്ള തന്നെ അടുത്ത ട്വീറ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ ആദ്യം ഒമർ അബ്ദുള്ളയായിരുന്നു വാട്ട് ദ ഹെൽ ജസ്റ്റ് ഹാപ്പൻ ടു ദ സീസ് ഫയർ എക്സ്പ്ലോഷൻസ് ഹേർഡ് അക്രോസ് ശ്രീനഗർ എന്ന് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ആ കരാർ ലംഘനത്തിന്റെ, വെടിനിർത്തൽ ലംഘനത്തിന്റെ ആ ദൃശ്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ദിസ് ഈസ് നോ സീസ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ദ എയർ ഡിഫൻസ് യൂണിറ്റ്സ് ഇൻ ദ മിഡിൽ ഓഫ് ശ്രീനഗർ ജസ്റ്റ് ഓപ്പൺ അപ്പ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉണർന്നു കഴിഞ്ഞു. ഇതാണ് ഒമർ അബ്ദുള്ള തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് നോ സീസ് ഫയർ എന്നാണ്. ഇവിടെ ഒരു വെടിനിർത്തലും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വീണ്ടും ഡ്രോണുകൾ അയക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശ്രീനഗറിലെ അത് ആക്റ്റീവായിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഷെൽ ആക്രമണത്തെ തടയുകയാണ്. ഡ്രോൺ ആക്രമണത്തെ ഇപ്പോൾ ഇന്ത്യ സമർത്ഥമായി തന്നെ കഴിഞ്ഞ രാത്രികളിൽ പോലെ തന്നെ ഇപ്പോൾ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിപ്പോൾ ശ്രീനഗറിലെ ദൃശ്യങ്ങളാണ്. ശ്രീനഗറിൽ കനത്ത രീതിയിലാണ് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോൾ ബരാമുള്ളയിലും കാർഗിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും അടക്കം ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി ഏതാണ്ട് കശ്മീരിനെ ഒന്നാകെ ആക്രമിക്കുക എന്നുള്ള, ജമ്മു കാശ്മീരിലേക്ക് അത്രമേൽ വലിയ ആക്രമണം ഇപ്പോൾ പാക് സൈന്യം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ്. നഗ്നമായ ഒരു ലംഘനം മാത്രമല്ല, ഒരു സമാധാനത്തിന്റെ പാത തുറന്നതിനെ പൂർണ്ണമായും അടയ്ക്കുന്നു പാകിസ്ഥാൻ. വീണ്ടും ചോദിച്ചു വാങ്ങാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അങ്ങനെ ഏതാണ്ട് ജമ്മു കാശ്മീരിന്റെ മുഴുവൻ മേഖലകളിലേക്കും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തെക്കാൾ അതിരൂക്ഷമായ ആക്രമണം എന്ന് വേണം നമുക്ക് ഇപ്പോൾ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. കാരണം കൂടുതൽ മേഖലകളിലേക്ക് ഇവർ ആക്രമണം വ്യാപിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രീനഗർ മാത്രമല്ല, അതോടൊപ്പം തന്നെ കാർഗിൽ ഉൾപ്പെടെ ശ്രീനഗറിൽ വലിയ ഫയറിംഗ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഹ്യൂജ് ഫയറിംഗ് എന്നതാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. അതായത് കനത്ത വെടിവെപ്പ് നടക്കുന്നു, കനത്ത ഫയറിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെ ഉള്ളവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതായത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ കടന്നു പോകുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാധ്യത കൂടി ഇന്ത്യ മുന്നിൽ കണ്ടിട്ടുണ്ടാകണമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ വിക്രം മിശ്രി ആകട്ടെ, മറ്റ് സൈനിക ഉദ്യോഗസ്ഥരാകട്ടെ, മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് പോലും മുഖം കൊടുത്തില്ല എന്ന് മാത്രവുമല്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നത് നമുക്കും സംശയമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും പാകിസ്ഥാൻ എന്നതിനെ ഒരു തെമ്മാടി രാഷ്ട്രം എന്നായിരുന്നു ഇന്ത്യ വിശേഷിപ്പിക്കുന്നത്. അതേ തെമ്മാടിത്തരം തന്നെ പാകിസ്ഥാൻ ആവർത്തിക്കുന്നു. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഇടപെടലുകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഒരു സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള സമാധാന കരാറിലേക്ക് പോയത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ചൈനയടക്കമുള്ള അതിർത്തി രാജ്യങ്ങൾ അടക്കം കൃത്യമായി ഇടപെടുകയും അങ്ങനെ ഈ സമാധാന കരാറിലേക്ക് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക്
സംസ്ഥാനങ്ങളിലേക്ക് പോയി എന്ന് തീരുമാനമായത് തന്നെ അതിലൂടെയാണ്. ആദ്യമായി ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾ എല്ലാം കാറ്റിൽ പറത്തുകയാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര തർക്കങ്ങൾ ആയിരിക്കാം, ഭരണകൂടവും ഒരുപക്ഷെ അവിടുത്തെ സൈന്യവും തമ്മിലുള്ള തർക്കവും ഭിന്നതയും ഒക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നിൽ. അതെന്തുമാകട്ടെ, പാകിസ്ഥാൻ എന്ന രാജ്യം നടത്തുന്ന തികഞ്ഞ യുദ്ധതന്ത്രങ്ങൾ അല്ലെങ്കിൽ യുദ്ധചട്ടങ്ങൾ ഒക്കെ കാറ്റിൽ പറത്തുന്ന ഒരു സമീപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയത് എന്താണോ അത് ആവർത്തിക്കുന്നു ഈ 4ാമത്തെ രാത്രിയിലും എന്നുള്ളതാണ്. പൂഞ്ചിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് വലിയ ആൾനാശം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച വെടിവെപ്പ് ഷെൽ ആക്രമണം അത് ഇപ്പോഴും തുടരുക തന്നെയാണ് എന്ന് മാത്രവുമല്ല കൂടുതൽ മേഖലകളിലേക്കടക്കം അത് വ്യാപിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീനഗറിൽ അടക്കം വലിയ തോതിലുള്ള വെടിവെപ്പ് ഇപ്പോൾ തുടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബാരാമുള്ളയിൽ കാർഗിൽ മേഖലകളിൽ ഒക്കെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വളരെ കൃത്യമായി ഡ്രോണുകൾ ശ്രീനഗറിലേക്ക് പതിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ചയായി ഡ്രോണുകൾ ശ്രീനഗറിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതുമാത്രവുമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പാകിസ്ഥാൻ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നും പഞ്ചാബിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ജയ്സാൽമീറിലും ബാർമറിലും ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഫിറോസ്പൂരിൽ നിന്ന് ആക്രമണത്തിന്റെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ബാർമറിൽ ഡ്രോണുകൾ ആണ് പാകിസ്ഥാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പത്താൻകോട്ട്, ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈഷ്ണോ ദേവി ഭവനിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാരാമുള്ളയിൽ ബ്ലാക്ക് ഔട്ടാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം പാകിസ്ഥാൻ അഴിച്ചുവിടുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ ഒരേ സമയം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ഒരേ സമയത്ത് തന്നെയാണ് വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്ലാൻഡായി പാകിസ്ഥാൻ നടത്തുന്ന ഒന്നാണ്. ഇതിൽ നുഴഞ്ഞുകയറ്റക്കാർക്കോ അല്ലെങ്കിൽ തീവ്രവാദികൾക്കോ പങ്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നുഴഞ്ഞുകയറ്റക്കാർക്കോ തീവ്രവാദികൾക്കോ ഒന്നും നടത്താൻ സാധിക്കില്ല. ഇത് ലക്ഷ്യം വെച്ചുള്ള ഉന്നം വെച്ചുള്ള ആക്രമണം തന്നെയാണ്, സൈനിക ആക്രമണം തന്നെയാണ്. സൈന്യം കൃത്യമായി ഇത് ലംഘിച്ചിരിക്കുന്നു. 5 മണി മുതൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിന്റെ ലംഘനം തന്നെയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു പ്രതികരണം. ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് പോയതിന് നന്ദി എന്ന മട്ടിലുള്ള പ്രതികരണം. അപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ വിചിത്രമായി മാറുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് സൈന്യം വില കൽപ്പിക്കുന്നില്ല. സൈന്യത്തിനുള്ളിൽ കൃത്യമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് സൈനിക തലത്തിൽ ഉള്ള ചർച്ചയിലൂടെയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഏർപ്പെട്ടത് എന്ന് ഇന്ത്യ വാർത്താ സമ്മേളനം വിളിച്ചറിയിച്ചതാണ്. മറ്റു രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ ഇടനില നിന്നില്ല. മറിച്ച് 2 രാജ്യം പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും നേരിട്ടാണ് ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആയിരുന്നു ഇന്ത്യ വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതാ അതിന്റെ നഗ്നമായ ലംഘനം ആണ് നടക്കുന്നത്. വളരെ കൃത്യമായി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. തുടർച്ചയായ ആക്രമണം, വിവിധ സെക്ടറുകളിൽ ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. എന്താണ് അതിന് കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്